ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ എന്ന പേര് വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുന്നു. എന്നാൽ ഇത്തവണ അത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിനെക്കുറിച്ചല്ല, മറിച്ച് ബിസിസിഐ തുടരുന്ന അവഗണനയെക്കുറിച്ചാണ്. അവസാനമായി കളിച്ച ഏകദിന മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടിയിട്ടും ഒരു വർഷമായി സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കുന്നില്ല. ഇനിയും ഏകദിനത്തിലേക്ക് സഞ്ജുവിനെ കളിപ്പിക്കില്ല എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ ആ മിന്നും സെഞ്ചുറിക്ക് ശേഷം സഞ്ജുവിന് പിന്നീട് ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ ഏകദിനം കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ഇതിനിടെ IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ കിരീടത്തിലേക്ക് നയിച്ചും T20 ലോകകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും സഞ്ജുവിനെ തഴയുന്നത് ആർക്കോ വേണ്ടിയാണെന്ന ആക്ഷേപം ശക്തമാണ്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജുവിനെ തഴഞ്ഞ് ഇഷാൻ കിഷനെ ഉൾപ്പെടുത്താനുള്ള നീക്കം ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 വർഷത്തോളമായി ഏകദിനത്തിന് പുറത്തിരിക്കുന്ന ഇഷാനെ പരിഗണിക്കുമ്പോൾ ഫോമിലുള്ള സഞ്ജുവിനെ എന്തിനു മാറ്റി നിർത്തുന്നു എന്ന ചോദ്യത്തിന് സെലക്ടർമാർക്ക് മറുപടിയില്ല. സഞ്ജുവിനെ T20 ടീമിന്റെ നായകനാക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ വെറും കള്ളക്കഥകളാണോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ടീമിൽ ഒരു സ്ഥാനം പോലും ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ക്യാപ്റ്റൻ പദവി എന്നത് സഞ്ജു ആരാധകരെ സമാശ്വസിപ്പിക്കാൻ ആരോ പടച്ചുവിട്ട കഥയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ബാറ്റിംഗ് ഓർഡറിൽ എവിടെയും കളിക്കാൻ മികവുള്ള സഞ്ജുവിനേക്കാൾ ഇഷാൻ കിഷനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി കാണുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ നിലപാട് ദുരൂഹമാണ്. KL രാഹുൽ 1-ാം നമ്പർ കീപ്പറായി തുടരുമ്പോൾ സെഞ്ചുറി കരുത്തുള്ള സഞ്ജുവിനെ പരിഗണിക്കാതിരിക്കുന്നത് നീതികേടാണെന്ന് മുൻ താരങ്ങളും വിലയിരുത്തുന്നു. ഋഷഭ് പന്തിന്റെ മോശം ഫോമും മങ്ങിയ പ്രകടനവും ടീമിനെ വലയ്ക്കുമ്പോഴും വിശ്വസിക്കാവുന്ന ഒരു മിഡിൽ ഓർഡർ ബാറ്ററെ സെലക്ടർമാർ കാണാതെ പോവുകയാണ്. IPLലെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ പോലും സഞ്ജുവിന്റെ കാര്യത്തിൽ മാനദണ്ഡമാകുന്നില്ല എന്നത് കൗതുകകരമാണ്. സഞ്ജുവിനോട് BCCIയിൽ ചിലർക്ക് വ്യക്തിപരമായ ശത്രുതയുണ്ടോ എന്ന സംശയം ആരാധകർക്കിടയിൽ ബലപ്പെടുകയാണ്. ഓരോ തവണയും മികച്ച പ്രകടനം നടത്തുമ്പോഴും അടുത്ത പരമ്പരയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് സഞ്ജുവിന്റെ കരിയറിൽ പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞു. അജിത് അഗർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി മെയ് 19 ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിന്റെ പേര് അതിലുണ്ടാകുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. അല്ലാത്തപക്ഷം അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ അനീതിയായി രേഖപ്പെടുത്തപ്പെടും. യുവതാരങ്ങൾക്ക് അനാവശ്യമായി അവസരങ്ങൾ നൽകുമ്പോൾ അർഹതയുള്ള സഞ്ജുവിനെ തഴയുന്നത് ടീമിനകത്തെ ഗ്രൂപ്പിംഗിന്റെ ഫലമാണോ എന്ന ചർച്ചകളും സജീവമാണ്. സഞ്ജുവിന്റെ ഫോമിനേക്കാൾ മുൻഗണന നൽകുന്നത് മറ്റു പല താൽപര്യങ്ങൾക്കുമാണെന്ന ആക്ഷേപം ശക്തമാണ്. ഏതായാലും സഞ്ജു സാംസൺ എന്ന പ്രതിഭയോടുള്ള ഈ അവഗണന സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ടീം പ്രഖ്യാപനം വരുന്നതോടെ സഞ്ജുവിന്റെ ഭാവി എന്താകുമെന്ന് വ്യക്തമാകും. നീതി ലഭിക്കാത്ത ഓരോ തവണയും സഞ്ജു കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.